ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത്, സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത്, സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. പുതുമയുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളുകളെ കണ്ടാൽ അറിയാം അവർക്ക് എത്ര വയസ്സാണെന്നുള്ളത്. അവരാണ് ഏറ്റവും ഊർജ്ജസ്വലരായി ഇന്ന് ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടുള്ളത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് യോഗ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ആരോഗ്യത്തിന് വേണ്ടി വയോജനങ്ങളുടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു അമ്മയാണ് മുന്നിലിരിക്കുന്നത്. വയസ്സെത്രയാണെന്ന് ചോദിക്കുന്നില്ല, കാരണം വയസ്സ് ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വയസ്സെത്രയാണെന്ന് ചോദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രായമുണ്ട് അമ്മയ്ക്ക്. ആ അമ്മയാണ് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നിന്നും ഇന്ന് ഇത്രയും സ്റ്റെപ്പുകൾ കയറി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് യോഗ നിത്യേന ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ് അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൺമുന്നിൽ വസ്തുതയോടുകൂടി തെളിയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. വൈസ് പ്രസിഡന്റ് മൂലകണ്ഠം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, വാർഡ് മെമ്പർ KC ശ്രീവിദ്യ, CDS ചെയർപേഴ്സൺ K അശ്വിനി എന്നിവർ സംസാരിച്ചു. രാവണേശ്വരം കളരിക്കാലിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറും യോഗാ പരിശീലകയുമായ ഡോക്ടർ A ദീപ ക്ലാസ് കൈകാര്യം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി NM സുധീർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി T ഷൈജു നന്ദിയും പറഞ്ഞു. തുടർന്ന് അജാനൂർ പഞ്ചായത്ത് വയോജന പകൽ വിശ്രമ കേന്ദ്രം സായം പ്രഭയിലെ അംഗങ്ങളായ K സതി, V ദേവകി, VV നാരായണി, ഓമന, സുമതി K നായർ, N രാഘവൻ, P ദാമോദരൻ, T ഗണപതി, EC പ്രസന്ന എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗ അഭ്യാസ പ്രകടനവും നടന്നു. യോഗ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത മുതിർന്ന പൗരന്മാർക്ക് ഹോമിയോ ഡിസ്പെൻസറിയുടെ വകയായി ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.